ആനമല ഹോം സ്റ്റേസിന്റെ ഭാഗമാവാം. ആനമലാസ് ഹോം സ്റ്റേ. ശനിയാഴ്ച ഉച്ചയോടെ ചിത്രം തെളിയും. 2 ഘട്ടമായി നടന്ന തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണൽ 244 കേന്ദ്രങ്ങളിലായി ശനിയാഴ്ച നടക്കും. ഉച്ചയ്ക്ക് മുൻപായി ഫലം ഏറെക്കുറെ പൂർണ്ണമായി അറിയാനാകും. 11 മണിയോടെ ചിത്രം തെളിയും. ബ്ലോക്ക് തല കേന്ദ്രങ്ങളിൽ ഗ്രാമ ബ്ലോക്ക് ജില്ലാ പഞ്ചായത്തുകളുടെയും നഗരസഭ കോർപ്പറേഷൻ തലങ്ങളിൽ അതത് സ്ഥാപനങ്ങളുടെയും വോട്ടെണ്ണും. ബ്ലോക്ക് തല കേന്ദ്രങ്ങളിൽ ബ്ലോക്ക് പഞ്ചായത്ത് വരണാധികാരികൾക്ക് പ്രത്യേകം ഹാളുകളിലാണ് വോട്ടെണ്ണൽ. ഗ്രാമ ബ്ലോക്ക് പഞ്ചായത്തുകളിലെ തപാൽ ബാലറ്റുകൾ അതത് വരണാധികാരികളുടെ മേശകളിൽ എണ്ണും. ജില്ലാ പഞ്ചായത്തുകളിലെ തപാൽ ബാലറ്റുകൾ കളക്ടറേറ്റിലാണ് എണ്ണുക. വരണാധികാരിയുടെ മേശയിൽ തപാൽ ബാലറ്റുകളാണ് ആദ്യം എണ്ണിത്തുടങ്ങുക. വോട്ടെണ്ണൽ തുടങ്ങുന്നതിന് മുൻപ് വരെ ലഭിക്കുന്ന തപാൽ വോട്ടുകൾ കവർ പൊട്ടിച്ച് എല്ലാ ഫോമുകളും ഉണ്ടോ എന്ന് പരിശോധിച്ച ശേഷമാകും എണ്ണുക. നിശ്ചിത സമയത്തിന് ശേഷം ലഭിക്കുന്ന തപാൽ ബാലറ്റുകൾ വൈകി ലഭിച്ചു എന്ന് രേഖപ്പെടുത്തി എണ്ണാതെ മാറ്റിവെക്കും. വരണാധികാരി, ഉപവരണാധികാരി, നിരീക്ഷകർ, സ്ഥാനാർത്ഥികൾ, ഏജന്റുമാർ എന്നിവരുടെ സാന്നിധ്യത്തിൽ സ്ട്രോങ് റൂം തുറന്ന് ഓരോ വാർഡിലെയും വോട്ടിംഗ് മെഷീനുകളുടെ കൺട്രോൾ യൂണിറ്റുകൾ വോട്ടെണ്ണൽ ഹാളിലേക്ക് എത്തിക്കും. വാർഡ് 1 മുതലുള്ള ക്രമത്തിലാണ് മെഷീനുകൾ എത്തിക്കുക. ഒരു വാർഡിലെ എല്ലാ ബൂത്തുകളും ഒരു മേശയിൽ എണ്ണും. സ്ഥാനാർത്ഥിയുടെയോ അവർ നിയോഗിക്കുന്ന കൗണ്ടിംഗ് ഏജന്റുമാരുടെയോ സാന്നിധ്യം ഓരോ മേശയിലും. ത്രിതല പഞ്ചായത്തുകൾക്ക് ഓരോ മേശയിലും കൗണ്ടിംഗ് സൂപ്പർവൈസർ, 2 കൗണ്ടിംഗ് അസിസ്റ്റന്റുമാർ, നഗരസഭകളിലും കോർപ്പറേഷനുകളിലും ഒരു കൗണ്ടിംഗ് സൂപ്പർവൈസറും 1 കൗണ്ടിംഗ് അസിസ്റ്റന്റും. ഓരോ പഞ്ചായത്തിന്റെയും നഗരസഭയുടെയും കൗണ്ടിംഗ് ഹാളിൽ റിട്ടേണിംഗ് ഓഫീസറുടെ മേശയ്ക്കു സമീപം വോട്ടെണ്ണൽ, ടാബുലേഷൻ, പാക്കിംഗ്, സീലിംഗ് എന്നിവയ്ക്ക് പ്രത്യേക മേശകൾ. പോളിംഗ് സ്റ്റേഷനുകളുടെ എണ്ണത്തിനനുസരിച്ച് വോട്ടെണ്ണൽ. പഞ്ചായത്തുകളിൽ വരണാധികാരിക്ക് കീഴിൽ പരമാവധി 8 മേശകളും നഗരസഭകളിൽ പരമാവധി 16 മേശകളും കൺട്രോൾ യൂണിറ്റിൽ സീൽ, ടാഗ് എന്നിവ ഉണ്ടെന്ന് പരിശോധിച്ച് ഉറപ്പാക്കും. കൗണ്ടിംഗ് സൂപ്പർവൈസർ കൺട്രോൾ യൂണിറ്റ് സ്വിച്ച് ഓൺ ചെയ്യും. ഡിസ്പ്ലേയിൽ പച്ച ലൈറ്റ് തെളിയും. റിസൾട്ട് ബട്ടണിന് മുകളിലെ പേപ്പർ സീൽ പൊട്ടിക്കും. തുടർന്ന് ബട്ടൺ അമർത്തും. പോസ്റ്റ് 1, പോസ്റ്റ് 2, പോസ്റ്റ് 3 എന്നിങ്ങനെ ഘട്ടങ്ങളായി ഗ്രാമ, ബ്ലോക്ക്, ജില്ലാ പഞ്ചായത്തുകളുടെ ഫലം പുറത്തുവരും. നഗരസഭയിലും കോർപ്പറേഷനിലും 1 വോട്ട് മാത്രമായതിനാൽ ഒറ്റ ഫലമാണ് പുറത്തുവരിക. ഓരോ സ്ഥാനാർത്ഥിക്കും ലഭിച്ച വോട്ട് കാണിക്കും. കൗണ്ടിംഗ് അസിസ്റ്റന്റുമാർ ടാബുലേഷൻ ഫോമിൽ രേഖപ്പെടുത്തുന്ന ഫലം കൗണ്ടിംഗ് സൂപ്പർവൈസർമാർ ഫോം 24 രേഖപ്പെടുത്തും. ഇത് അപ്പോൾ തന്നെ വരണാധികാരിക്ക് നൽകും. കൗണ്ടിംഗ് സ്ലിപ്പിൽ കൂടി ഫലം രേഖപ്പെടുത്തി വരണാധികാരി അംഗീകരിക്കുന്നതോടെ ട്രെൻഡ് സോഫ്റ്റ്വെയറിൽ അപ്ലോഡ് ചെയ്യും. വോട്ടെണ്ണൽ പുരോഗതി ട്രെൻഡിൽ തത്സമയം അറിയാം. ഓരോ വാർഡിലെയും കൗണ്ടിംഗ് കഴിയുന്നതിനനുസരിച്ച് ആ വാർഡിലെ സ്ഥാനാർത്ഥികളും ഏജന്റുമാരും പുറത്തു പോകണം. വോട്ടെണ്ണൽ കേന്ദ്രത്തിൽ ഫലപ്രഖ്യാപനം നടത്തുന്നതിനൊപ്പം വിജയികൾക്ക് സർട്ടിഫിക്കറ്റ് നൽകും.